മഹാഭാരത കഥയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ കഥ നമ്മൾ പറഞ്ഞു നിർത്തിയത് കൗരവരുടെയും പാണ്ഡവരുടെയും വംശപരമ്പരയെ പറ്റിയായിരുന്നു. ആ കഥ പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ വൈശാമ്പനയനോട് ജനമേയ മഹാരാജാവ് ചോദിക്കുകയാണ്, അല്ലയോ വൈശാമ്പനയ മഹർഷി, എനിക്ക് വ്യാസമഹർഷിയുടെ ഉൽപ്പത്തിയുടെ കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വൈശാമ്പനയൻ വ്യാസമഹർഷിയുടെ ഉൽപ്പത്തിയുടെ കഥ പറയുവാണ്. പണ്ട് ചേതി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ഈ രാജ്യത്തെ ഭരിച്ചിരുന്നത് വസു എന്നു പേരുള്ള ഒരു രാജാവായിരുന്നു. വളരെയധികം വിഷ്ണു ഭക്തനായ ഒരു രാജാവാണ്. അദ്ദേഹത്തിന് ആകാശമാർഗ്ഗെ സഞ്ചരിക്കാനുള്ള ശേഷി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപരിചരൻ എന്നൊരു പേര് കൂടെ ഈ രാജാവിനുണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജാവ് ഒരു നായാട്ടിന് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് അദ്രിക എന്നു പേരുള്ള ഒരു മത്സ്യ കന്യകയിൽ 2 മക്കൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ അദ്രിക എന്നു പേരുള്ള മത്സ്യകന്യക ബ്രഹ്മാവിൻ്റെ ശാപം കാരണം ഭൂമിയിൽ മത്സ്യമായി പിറന്ന ഒരു അപ്സര കന്യകയാണ്. അപ്പോൾ ഈ 2 കുട്ടികളെ പിന്നീട് കിട്ടുന്നത് ഒരു മുക്കവനാണ്. ഇതൊരു വലിയ മീനിനെ മുക്കവൻ പിടിക്കുകയും ആ മീനിനെ മുറിച്ച് നോക്കുമ്പോൾ അകത്ത് 2 കുട്ടികളെ കാണുകയും ചെയ്യുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ ഈ മുക്കവൻ ഈ 2 കുട്ടികളെയും എടുത്ത് രാജാവിൻ്റെ അടുത്ത് പോകുന്നു. രാജാവ് മുക്കവൻ്റെ അടുത്ത് ആ കുട്ടികളെ വളർത്തിക്കൊള്ളാനായിട്ട് പറയുന്നു. അതിൽ ആൺകുട്ടിയുടെ ലീനിയേജാണ് പിന്നീട് മാത്സ്യരാജ്യമായും വിരാട രാജാക്കന്മാരായും മാറുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മഹാഭാരതത്തിൽ വിരാട രാജാക്കന്മാർ പിന്നീട് വരുന്നുണ്ട്. പെൺകുട്ടിയെ കാളി എന്നുള്ള പേരിട്ട് ഈ മുക്കവൻ തൻ്റെ വീട്ടിൽ തന്നെ വളർത്തുന്നു. അപ്പോൾ കാളിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിക്ക് കുറുകെ ആൾക്കാരെ വഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാളി കൗമാര പ്രായം എത്തുന്നു. ഒരു ദിവസം അവിടെ പരാശര മഹർഷി വരുന്നു. അപ്പോൾ പരാശര മഹർഷി വളരെ തപോബലമുള്ള ഒരു മഹർഷിയാണ്. അദ്ദേഹം അതിരാവിലെയാണ് വരുന്നത്. ഒരു 3 മണി അത്ര രാവിലെ, സൂര്യൻ ഉദിക്കുന്നതിനും 2-3 നാഴിക മുന്നെയാണ് മഹർഷി അവിടെ എത്തുന്നത്. അപ്പോൾ മഹർഷിക്ക് ഈ നദി കടന്നങ്ങ് അപ്പുറത്ത് പോവുകയും വേണം. അദ്ദേഹം നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പിന്നീട് ഏറുമാടം പോലൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ കാവൽ മാടം പോലൊരു സ്ഥലത്ത് സത്യവതിയെ കാണുന്നു, കാളിയെ കാണുന്നു. അപ്പോൾ കാളിയെ മഹർഷി വിളിക്കുന്നു, എന്നെ അപ്പുറത്ത് കടത്തി തരണമെന്ന് പറയുന്നു. അപ്പോൾ കാളിയെ കാണാൻ വളരെ സുന്ദരിയായ ഒരു യുവതിയാണ്. ഈ നദിയിലേക്ക് കാളിയും മഹർഷിയും കൂടെ പോകുന്ന വഴിക്ക് കാളിയുടെ സൗന്ദര്യത്തിൽ മഹർഷി വളരെയധികം ആകർഷണയാവും. മഹർഷിയുടെ കാര്യം തുറന്നു പറഞ്ഞു, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ പിന്നെ കാളി പറയുന്നു, മഹർഷി, നമ്മൾ നിൽക്കുന്നൊരു നദിയുടെ നടുക്കാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ നേരം വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനായി തുടങ്ങുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം മഹർഷി പറയുന്നു, നമുക്ക് ഈ വഞ്ചി കംപ്ലീറ്റായിട്ട് പുറം ലോകത്ത് നിന്നും മറയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മൂടൽ മഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ദ്വീപും അവിടെ ഉയർന്നു വരുന്നു. അങ്ങനെ ആ ദ്വീപിൽ വെച്ച് പിന്നെ കാളി ഒരു മകനെ, പരാശര മഹർഷിയുടെ മകനെ പ്രസവിക്കുന്നു. അപ്പോൾ ഈ പ്രസവിക്കുന്ന സമയത്ത് തന്നെ കുട്ടി മുനികുമാരനായി ഒറ്റയടിക്ക് വളരുവാണ്. അങ്ങനെ വളർന്ന ആ മുനികുമാരനാണ് വ്യാസമഹർഷിയായി മാറുന്നത്. ഇലന്തക്കാടുകൾക്കിടയിൽ ജനിച്ചതുകൊണ്ട് ബദരായണൻ എന്നൊരു പേരും വ്യാസമഹർഷിക്കുണ്ട്. ഒരു ദ്വീപിൽ അയനം കഴിഞ്ഞതുകൊണ്ട് ദ്വൈപയാനൻ എന്നൊരു പേരുണ്ട്. ഏതാണ്ട് കറുത്ത കാർമേഘ വർണ്ണമുള്ളതുകൊണ്ട് കൃഷ്ണദ്വൈപയാനൻ എന്നുള്ള പേരും ഉണ്ട്. അങ്ങനെ ഈ മഹാഭാരതത്തിലുടനീളം ഈ പേരുകളിൽ റെഫർ ചെയ്യുന്നതെല്ലാം വ്യാസമഹർഷിയെ തന്നെയാണ്. അപ്പോൾ പരാശര മഹർഷി അത് കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വ്യാസമഹർഷി അമ്മയായ കാളിയോട് പറയുന്നു, അമ്മ, ഞാൻ താപസനാണ്, എനിക്ക് കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, എനിക്ക് തപസ് ചെയ്യണം, ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് തപസ്സിന് പോകണം എന്ന് അമ്മയോട് വ്യാസമഹർഷി പറയുന്നു, വേദവ്യാസൻ പറയുന്നു. അപ്പോൾ കാളി സമ്മതിക്കുന്നു, ശരി, എന്നാൽ അമ്മ എപ്പോൾ എന്നെ മനസ്സിൽ ധ്യാനിച്ചാലും ഞാൻ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കും, ഒരു സംശയം വേണ്ട, അമ്മയുടെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരും എന്നും വ്യാസൻ പറയുന്നു. എന്നിട്ട് വ്യാസൻ നേരെ തപസ്സിനായി പോകുന്നു. കാളി വീണ്ടും കടത്തുവഞ്ചിയുമായി അപ്പുറത്തും ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ കാളിയെയാണ് പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ശന്തനു മഹാരാജാവ് കാട്ടിൽ വച്ച് കാണുകയും സത്യവതിയായി കാണുകയും പിന്നീട് ഭീഷ്മാചാര്യരുടെ പ്രതിജ്ഞയൊക്കെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യാസമഹർഷി, ഈ പിന്നെ മഹാഭാരതം എഴുതി എന്ന് പറയുന്ന വ്യാസമഹർഷിയുടെ ജനനം ഇങ്ങനെയാണ്.
ഈ വ്യാസമഹർഷി തന്നെയാണ് ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡുവിൻ്റെയും വിതുരരുടെയും അച്ഛനാകുന്നത്. അതായത് സത്യവതിയിൽ ശന്തനു മഹാരാജാവിന് ജനിക്കുന്ന മറ്റു 2 ചിത്രാംഗതനും വിചിത്രവീര്യനും മരണപ്പെട്ടു പോകുന്നു. പിന്നീട് സത്യവതി ഈ പറഞ്ഞ മനസ്സിൽ ധ്യാനിച്ച് വ്യാസനെ വരുത്തിയാണ് ഈ രാജഭരണം കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മഹാഭാരതം വ്യാസമഹർഷി എഴുതി എന്ന് പറയുമ്പോൾ തൻ്റെ പുത്രപൗത്രന്മാരുടെ കഥയാണ് വ്യാസമഹർഷി എഴുതിയിരിക്കുന്നത്. അതിപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കഥ പറയുമ്പോൾ നമ്മളത് റിലേറ്റ് ചെയ്യാറില്ല. വ്യാസമഹർഷിയാണ് മഹാഭാരതം എഴുതിയെന്നുള്ളതിനേക്കാൾ ഉപരി ശരിക്കും എഴുതിയത് വിഘ്നേശ്വരനാണ്, ഗണപതി ഭഗവാനാണ് മഹാഭാരതം എഴുതിയത്. അപ്പോൾ ആ കഥ ഞാൻ ഇനി വരുമ്പോൾ പറയാം. ഇങ്ങനെ ആരെഴുതും എന്നുള്ളതിനകത്ത് ഗണപതി ഭഗവാൻ എഴുതുന്നു. നിർത്താതെ എഴുതണം എന്ന് ഗണപതിയോട് പറയുന്നു, വ്യാസമഹർഷി ആവശ്യപ്പെടുന്നു. നിർത്താതെ പറയണമെന്ന് ഗണപതി തിരിച്ച് വ്യാസമഹർഷിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യാസമഹർഷിയുടെ ഉൽപ്പത്തിയുടെ കഥ എന്ന് പിന്നെ വൈശാമ്പനയൻ ജനമേയ മഹാരാജാവിനോട് പറയുന്നു. അപ്പോൾ ജനമേയ മഹാരാജാവ് പറയുന്നു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മഹർഷി എനിക്ക് ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറയാമോ? എവിടെയാണ് ശരിക്കും ദേവന്മാരും അസുരന്മാരും ഉണ്ടാകുന്നത്? നമ്മൾ ഈ കഥകളെല്ലാം പറയുമ്പോഴും ഇത് ദേവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ എന്താണ് എന്ന് ചോദിക്കും. അങ്ങനെ വൈശാമ്പനൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ ഞാനും ആ കഥ പറയാം അടുത്ത എപ്പിസോഡിൽ. എന്തായാലും ഇന്നത്തെ വ്യാസമഹർഷിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട കഥയാണ് മഹാഭാരതം എഴുതിയ വ്യാസമഹർഷിയുടെ കഥ. ഈ വ്യാസമഹർഷിയുടെ മകനായിരുന്നു ശുകൻ. ഈ ശുകന് ഈ മഹാഭാരതത്തിൻ്റെ കഥയും മറ്റു പുരാണങ്ങളും എല്ലാ വേദങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. ഈ ശുകൻ്റെ ശിഷ്യനായിരുന്നു വൈശാമ്പനയൻ. ഇന്ന് കഥ പറയുന്ന വൈശാമ്പനയൻ്റെ ഗുരുവായ ശുകൻ വ്യാസമഹർഷിയുടെ മകനായിരുന്നു. അപ്പോൾ ഈ ലീനിയകൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് മഹാഭാരതത്തിൻ്റെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പറയുന്ന കഥകളിലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സംഭവപർവ്വം കഴിഞ്ഞ് അടുത്ത പർവ്വത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഥാപാത്രങ്ങൾ വരികയും പിന്നെ കഥകളിൽ ഇടപഴകുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാൻ പാടില്ല, ഈ കഥാപാത്രം എവിടെ നിന്നാണ് വന്നതെന്ന്. മഹാഭാരതത്തിനെ പറ്റിയുള്ള കഥകൾ കേൾക്കാനായി ചാനൽ ഫോളോ ചെയ്യുക. ഒരു പ്ലേലിസ്റ്റായിട്ട് എല്ലാ ആഴ്ചയും കഥയുടെ ഓരോ എപ്പിസോഡായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും, മറ്റൊരു കഥ ആയിരിക്കും